അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുത്തുനബിയെ സഹായിക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന സഹായത്തേട്ടം, ഇസ്തിഗാസ, അത് ശിർക്കാണെന്ന് സമർത്ഥിക്കാൻ ഇബാദത്തിൻ്റെ നിർവചനങ്ങളെ വളച്ചൊടിക്കുകയാണ് ബിദഈകൾ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ചില ബിദഈ ഗ്രൂപ്പുകൾ കുഞ്ഞീദ് മദനി പറഞ്ഞ മനുഷ്യക്കഴിവിനതീതമായ കാര്യങ്ങളിൽ മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ സഹായാർത്ഥന നടത്തൽ എന്ന നിർവചനത്തെ കൂട്ടുപിടിച്ചപ്പോൾ ചില ഗ്രൂപ്പുകൾ റഷീദിലുള്ള പറഞ്ഞ മറഞ്ഞ വഴിയിലൂടെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കൽ ആരാധനയാണ് എന്ന നിർവചനത്തെയാണ് സ്വീകരിക്കുന്നത്. 2007 ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയ അൽ ഇസ്ലാഹ് മാസികയുടെ 16-ാമത്തെ പേജിൽ സലാം സുല്ലമി എഴുതി വെക്കുന്നു, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ ഇമാം റഷീദുർ-റിള തൻ്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. ഈ നിർവചനം സലഫുകളിൽ ഒരു പണ്ഡിതനെങ്കിലും പറഞ്ഞത് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. എന്നിട്ടും ഈ നിർവചനത്തെ നാം അംഗീകരിച്ചു. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണേറ്, സിഹർ പോലോത്തതിനെ അവർ നിഷേധിക്കുന്നു. ബറക്കത്ത് ശിർക്കാണെന്ന് അവർ വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരാൾ മുഅ്മിനായി ഉണ്ടാവുകയില്ല. മുത്തനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് മുടി കളയുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മുടി അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യഖ്സിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യൂ. എന്തിനാണ് വിതരണം ചെയ്യുന്നത്? അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ. ഇത് സ്വഹീഹ് മുസ്ലിമിൽ 1305-ാമത്തെ ഹദീസായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, പരിശുദ്ധമായ ഖുർആനിന് ശേഷം ഏറ്റവും സ്വീകാര്യമായ കിതാബ് എന്ന് പണ്ഡിതന്മാരെല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞ സ്വഹീഹുൽ ബുഖാരി, അതിൻ്റെ 1387-ാമത്തെ ഹദീസിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തിന് സമയത്ത് ഒരു വസിയത്ത് പറയുന്നുണ്ട്. താൻ ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തെ ചൂണ്ടി മഹാനവർകൾ പറയുകയാണ്, തഅസിലു സൗബി ഹാദാ, ആ വസ്ത്രത്തെ ഒന്ന് കഴുകി വെക്കണേ, വകഫിനൂനി ഫിഹ, ആ വസ്ത്രത്തിലാണ് എന്നെ കഫൻ ചെയ്യേണ്ടത്. എന്താണ് ആ വസ്ത്രം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, ആ വസ്ത്രം ഒന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതാണ്, അല്ലെങ്കിൽ ആ വസ്ത്രത്തിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധാരാളം കാലം ഇബാദത്ത് ചെയ്തത്, നിസ്കരിച്ചത്. അതുകൊണ്ട് ബർക്കത്തെടുക്കലിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചു. ആ വസ്ത്രം കൊണ്ട് ആഖിറത്തിൽ ബറക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ വസ്ത്രം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. ഖുലഫാ റാഷിദുൽ ഒന്നാമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെക്കാളും ഈമാനിന് പവർ കൂടിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബറക്കത്ത് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അവിടുന്ന് മഹാനവറുകൾ മുശ്രിക്കാണെന്നാണോ വഹാബികൾ പറയുന്നത്? അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബയാണ്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈവശത്തിലായിരുന്നു. മഹദി വഫാത്തായപ്പോൾ ഞാനിത് കൈവശപ്പെടുത്തി. എന്നിട്ട് മഹദി അവർകൾ പറയുകയാണ്, ഫനഹ്നു നഅസിലുഹാ ലിൽ മർളാ യുസ്തശ്ഫാ ബിഹാ, രോഗികൾക്ക് വേണ്ടി ഈ വസ്ത്രത്തെ ഞങ്ങൾ വെള്ളത്തിൽ കഴുകും, എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം പ്രതീക്ഷിക്കുമെന്ന് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ 2069-ാമത്തെ ഹദീസായി ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ശേഖരിക്കുകയാണ് ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് ചോദിക്കുന്നുണ്ട്, മാ തസ്നഈന യാ ഉമ്മു സലൈം, ഓ ഉമ്മു സലൈമേ, നീ എന്താണ് ചെയ്യുന്നത്? മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നർജു ബറക്കത്തുഹു ലിസുബിയാനിന, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അങ്ങയുടെ ബറക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞത്, ഓ ഉമ്മു സലൈമേ, അത് ശിർക്കാണ്, അത് വൻകുറ്റമാണ്, തെറ്റാണ്, ഒരിക്കലും ചെയ്യരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അവിടുന്ന് പറഞ്ഞു, അസബത്തി, ഉമ്മു സലൈമേ, നീ ചെയ്തതാണ് ശരി, നീ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബറക്കത്തിനെ അംഗീകരിക്കുകയാണ്, ബറക്കത്തിനെ ശരിവെക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത്. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണേറിനെ അവർ നിഷേധിക്കുന്നു, സിഹിറിനെ നിഷേധിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഐനു ഹഖ്കുൻ, കണ്ണേർ സത്യമാണെന്ന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ 5408 ഹദീസായിട്ടും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ 2287 ഹദീസായിട്ടും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ 67 ആയത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കൾക്ക് നൽകുന്നൊരു ഉപദേശം പരിശുദ്ധമായ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. മിസ്റിലേക്ക് പോകാൻ നേരം തൻ്റെ മക്കൾ ഉപദേശിക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം, വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. ഓ മക്കളെ, നിങ്ങൾ ഒരു വഴിയിലൂടെ മിസ്റിലേക്ക് പ്രവേശിക്കരുത്, നിങ്ങൾ വ്യത്യസ്തമായ വഴിയിലൂടെ പ്രവേശിക്കണം. വമാ അഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈഅ, അല്ലാഹു തആല എന്തെങ്കിലും ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒഴിവാവുകയില്ല. അപ്പോൾ മഹാനവർകൾ എന്താണ് ഭയപ്പെടുന്നത്? ഖാഫ അലൈഹിമൽ ഐനു, കണ്ണേർ സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു എന്ന് ഇമാം തൊബരി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ തൊബരി രേഖപ്പെടുത്തി വെക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും കണ്ണേറിനെ അംഗീകരിക്കുന്നു, സ്വഹാബത്ത് ബർക്കത്തെടുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ശരിവെക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ റഷീദ് റളിയല്ലാഹു പറഞ്ഞ ഈ നിർവചനം തെറ്റാണെന്ന് നമുക്ക് വ്യക്തമായി. ഇതിനോടുകൂടെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് റഷീദ് റളിയല്ലാഹു? അംബിയ മുർസലുകളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, ഇത് പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു എന്ന് പച്ചക്ക് എഴുതി വെച്ചവരാണ് റഷീദ് റളിയല്ലാഹു. മതയുക്തിവാദമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് യൂറോപ്യന്മാർക്ക് വേണ്ടി ഇസ്ലാമിനെ വികൃതമാക്കാനാണ് വഹാബികൾ, ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തനതായ ഇസ്ലാമിനെ മനസ്സിലാക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.